മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെയുള്ള വചനങ്ങളാണ്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് 2 പേർ വീട് പണിയുന്നതിനെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ തിരുവായി മുഴിഞ്ഞ് പറഞ്ഞതായ വാക്കുകളാണിവ. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമുക്കറിയാം. അത് കർത്താവിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ആ പ്രസംഗമാണ്. ഏറ്റവും അധികം ഉപദേശങ്ങൾ, നല്ല നല്ല ഉപദേശങ്ങൾ കർത്താവ് തൻ്റെ ജനത്തോട് പറയുന്നതായി അതിൻ്റെ 5-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ നമുക്കറിയാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, വളരെ അനുഗ്രഹീതമായ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് തുടങ്ങി ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായ 3 അധ്യായങ്ങളാണ് ഈ 5, 6, 7 അധ്യായങ്ങൾ. അതിൻ്റെ ഒടുവിലായി കർത്താവ് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെ സഹോദരനോട് പെരുമാറണം, വെറുതെ കോപിക്കുന്നവൻ കൊലപാതകത്തിന് തുല്യനാണ്. ഇങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞിട്ട് അവസാനമായി പറയുന്ന ഒരു കാര്യമാണിത്. എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. അത് ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. എൻ്റെ ഈ ഉപദേശങ്ങൾ, അതിനുശേഷം കർത്താവ് പറയുകയാണ് ആ ജനത്തോട്, ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വചനങ്ങളെല്ലാം നിങ്ങളോട്, എൻ്റെ ഉപദേശങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു. അത് കേട്ടു എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം. ബുദ്ധിയുള്ള മനുഷ്യനോട്, പാറമേൽ വീട് പണിത ഒരു മനുഷ്യനോട്, അങ്ങനെയാണ് കർത്താവ് ഉപമിച്ചത്. എൻ്റെ ഈ വചനങ്ങളെല്ലാം കേട്ടിട്ട് ചെയ്യാത്ത ഒരു വ്യക്തി, അത് അവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. നാമും ഇന്ന് ഈ ചർച്ചിൽ കടന്നു വന്ന് പലപ്പോഴായി വചനങ്ങൾ കേൾക്കുന്നു. ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം ഒത്തിരി ദൈവദാസന്മാരുടെ വചനങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങളുണ്ട്. പണ്ടൊക്കെ ഒരു കാലത്ത് നാം വളരെ ദൂരെ പോയി ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ അല്ലെങ്കിൽ പാസ്റ്ററുടെ പ്രസംഗം കേൾക്കുവാനും കുതിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മാനസാന്തരത്തിലേക്ക് വന്ന ആ ഒരു സമയത്ത് PG വർഗീസ് സാറിൻ്റെ ഒരു പ്രസംഗം കേൾക്കുവാൻ വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് കുറ്റിയാഞ്ചാലിൽ നിന്ന് ബസ് കയറി 2-3 ബസ് കയറി മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരിക്കലും അത്രയും ദൂരം സഞ്ചരിച്ചിട്ടില്ല. അന്ന് നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ഇതുപോലെ യൂട്യൂബ് ലഭ്യമല്ല, യൂട്യൂബിൽ കൂടി പ്രസംഗം കേൾക്കാൻ പറ്റില്ല, വേറൊരു വഴിയില്ല. നേരിൽ കണ്ടേ പറ്റുള്ളൂ. നേരിൽ മുഖാമുഖം കേട്ടാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുകയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് മുൻപിൽ ഇഷ്ടംപോലെ മെസ്സേജുകളുണ്ട്. അതുകൊണ്ട് തന്നെ വചനത്തിലുള്ള ദാരിദ്ര്യമില്ല എങ്കിലും മനുഷ്യർക്ക് വചനം കേൾക്കുവാനുള്ള ആഗ്രഹമില്ല. പണ്ടൊരു കാലത്തുണ്ടായിരുന്ന പോലെ അന്ന് വചനത്തിന് വേണ്ടി ഓടുവാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിനെല്ലാം മുൻപ് ആദ്യ സ്നേഹത്തിലേക്ക് വന്നു, ഭയങ്കര കൊതിയാണ് വചനം കേൾക്കാൻ. പക്ഷേ ബസ് കൂലിക്ക് വരണമെങ്കിൽ അന്നത്തെ കാലത്ത് 16 രൂപ വേണം. പക്ഷെ 16 രൂപയ്ക്ക് 10 രൂപ പോലും അന്ന് 1 കിലോ അരിക്ക് 9 രൂപയുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നല്ല പട്ടിണിയുള്ള സമയമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് അന്നത്തെ ഒരു ദിവസത്തെ പണിക്ക് പോയാലുള്ള കൂലി തന്നെ 10 രൂപയാണ്. അപ്പോൾ 16 രൂപ കൊടുത്ത് ഇവിടെ വരെ വരുവാനുള്ള ഒരു സാധ്യതയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ അടുത്തുള്ള പറമ്പുകളിലൊക്കെ തേങ്ങ ഇടുമ്പോൾ ഈ തേങ്ങ ചുമന്ന് കൊടുത്ത ഒരു തേങ്ങയ്ക്ക് 5 പൈസ കിട്ടും. അപ്പോൾ കൊട്ടയിൽ ഇങ്ങനെ നിറച്ച് തേങ്ങ വെച്ചിട്ട് ഒരു പറമ്പിൽ നിന്ന് വേറൊരു പറമ്പിൽ കൊണ്ടുപോയി ഇടണം. വലിയ ഈ പണക്കാരുടെ തോട്ടങ്ങളിലെല്ലാം തേങ്ങ ഇടുമ്പോൾ അതെല്ലാം റോഡിൽ കൊണ്ടുപോയി കൊടുത്ത് ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോയി കൊടുത്താൽ അത്രയും പൈസ കിട്ടും. അപ്പോൾ കൊട്ടയിൽ പരമാവധി തേങ്ങ കയറ്റും. കാരണം ഒരു തേങ്ങ കൂടുതലിട്ട് 5 പൈസയും കൂടെ കൂടുതൽ കിട്ടുമല്ലോ. എങ്ങനെയെങ്കിലും 16 രൂപ തികയ്ക്കണം.
മീറ്റിങ്ങിന് വരണം, വചനം കേൾക്കാനുള്ള കൊതി. വേറെ ഒരു വഴിയില്ല വചനം കേൾക്കാൻ. ഇന്ന് എന്തുമാത്രമാണ് നമ്മുടെ വായിലും വായിലും സമീപത്തും എന്ന് പറയുന്ന പോലെ ധാരാളം വചനമാണ്. പക്ഷേ ജനങ്ങൾക്ക് കേൾക്കുവാൻ ആർത്തിയില്ല, കൊതിയില്ല, ആഗ്രഹമില്ല. അന്ന് ആർത്തിയോടെ അങ്ങനെ പൈസ. പിന്നെ അതുപോലെ അന്നൊക്കെ വലിയ അടയ്ക്കാത്തോട്ടങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഈ അടയ്ക്ക ചീമ്പിയാൽ ഇതുപോലെ തന്നെയാണ്. ഒരടയ്ക്ക് 10 അടയ്ക്കയ്ക്ക് 10 പൈസ അങ്ങനെ കിട്ടും. ഒരടയ്ക്ക ചീമ്പിയാൽ 1 പൈസ. ഇതുപോലെ അതെല്ലാം അടയ്ക്കയുടെ തൊണ്ടെല്ലാം ചീമ്പി ഉണങ്ങാനിട്ട് അങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കി വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ വന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. നാം വിചാരിക്കും ഒന്നുമില്ല എന്ന് വിചാരിച്ചാലും കർത്താവ് അതിനെല്ലാം പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. ഇവിടെ നാം വായിക്കുകയാണ്, 2 മനുഷ്യർ വീട് പണിയാൻ പോയി. 2 പേരും, ഞാൻ പറയുന്ന 2 പേരും ഒരു സഭയിലുള്ളവരായിരിക്കും, ഒരു ചർച്ചിലുള്ളവരായിരിക്കും. അല്ലെങ്കിൽ കർത്താവ് ഇത്ര വ്യക്തമായിട്ട് ഇങ്ങനെ പറയില്ല. ഒരു കൂട്ടായ്മയിൽ കൂടി നടക്കുന്ന 2 വ്യക്തികളായിരിക്കാം. ഇതുപോലെ വചനം കേൾക്കുവാൻ വരുന്ന, ഒരേപോലെ വചനം കേൾക്കുവാൻ വരുന്ന 2 വ്യക്തികൾ. ഇവർ 2 പേരും വീട് പണിതത് ഒരു നദിയുടെ തീരത്തായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് കയറുകയില്ലല്ലോ. ഏതായാലും കരയിലോ ദൂരെ ഒരു സ്ഥലത്തും അല്ല. ഈ ചിലർക്കുണ്ട് ഈ പുഴയോടടുത്ത് വീട് പണിയുമ്പോൾ ഭയങ്കര സന്തോഷം, പുഴയിലേക്കൊക്കെ നോക്കിയിരിക്കാൻ. അങ്ങനെയുള്ളവരായിരുന്നായിരിക്കാം 2 പേരും പോയി വീട് പണിതു. 2 പേരും പണിത് നദിക്കരികെ തന്നെയാണ്. അവർ മണൽ തന്നെയാണ് കുഴിച്ചത്. നദിക്കരികെ മണലാണല്ലോ അധികം. അവർ കുഴിച്ചു. പക്ഷേ ഒരു വ്യക്തി മണൽ കുഴിച്ചപ്പോൾ നദിക്കരികിലായതുകൊണ്ട് അധികം മണലാണ്. പക്ഷെ അദ്ദേഹം ആ മണലിൻ്റെ പുറത്ത് കല്ലിട്ട് വീട് പണിയുവാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ആഴത്തിലേക്ക് കുഴിച്ചു പോയി. ആ മനുഷ്യൻ്റെ വീട് പണി എന്ത് ചെയ്താൽ തീരുന്നില്ല. പുറമേയുള്ള ആളുകളെല്ലാം നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് പണി ഭയങ്കരമായിട്ട് താമസിക്കുകയാണ്. എന്നാൽ മറ്റൊരാൾ, അയാൾ കുറച്ച് ദൂരേക്ക് മാറിയായിരിക്കും ഇതുപോലെ തന്നെ വേറൊരു വീട് പണിയാണ്. അദ്ദേഹവും മണലിന്മേലാണ് കുഴിക്കുന്നത്. അയാൾ വീട് കുഴിച്ചപ്പോൾ മണലല്ലേ, വേഗം കുഴി വാനമെല്ലാം കീറിക്ക് തീർന്നു. പെട്ടെന്ന് ആ മണലിൻ്റെ അവിടെ തന്നെ ഒരു കുഴി എടുത്ത് അതിലേക്ക് കുറച്ച് കല്ല് പറക്കി വെച്ചു. വേഗം വീട് പണി തീർന്നു. പുറമേ നിന്ന് കണ്ടവരെല്ലാം അയാളെ അപ്രീഷിയേറ്റ് ചെയ്ത് കാണും. നല്ല മനോഹരമായ വീട്, എത്ര പെട്ടെന്നാണ് പണി തീർന്നത്. അതുപോലെ തുടങ്ങിയതേ മറ്റൊരുത്തൻ, അവൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. ഇതുവരെ കുഴി പോലും കുഴിച്ച് തീർന്നിട്ടില്ല. അവനിപ്പോഴും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് പണി എന്ന് തീരും? ആളുകളെല്ലാം അടക്കം പറഞ്ഞു കാണും. എന്നാൽ ഈ മനുഷ്യൻ അതൊന്നും കണക്കിലെടുത്തില്ല. അദ്ദേഹം കുഴിച്ചു, പാറ കാണുന്നത് വരെ കുഴിച്ചു. ഹല്ലേലൂയ. പാറ കാണുന്നത് വരെ കുഴിച്ചു. പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ അടിസ്ഥാനമിടുന്നത് ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കണം. ഹല്ലേലൂയ. ഒരു കൂട്ടായ്മയിൽ കടന്നു വന്നു, ഉപരിപ്ലവമായ പാട്ടുകൾ അല്ലെങ്കിൽ ആരാധനകൾ ചാടി ആരാധിച്ചു. ഒരു പുറമേയുള്ളതായ ഒരു സന്തോഷം നമുക്കറിയാം. നാം കൂട്ടായ്മയിൽ കൂടി വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം മഴ പെയ്യുമ്പോൾ, ഇന്നലെ നാം കേട്ടതുപോലെ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ദൈവം നല്ല മനുഷ്യർക്ക് ഒരു പ്രകാശവും അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കാത്തവർക്ക് വേറൊരു പ്രകാശവും, അങ്ങനെ ഒരു പ്രകാശവും ഇല്ല. എല്ലാവരുടെയും, നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യുകയും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. കർത്താവിന് വ്യത്യാസമില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിലാണ് വ്യത്യാസം. ആ മനുഷ്യൻ കുഴിച്ച് പാറ കാണുന്നവരെ ഡീപ്പായിട്ട് കുഴിച്ച് അവിടെ നിന്ന് അടിസ്ഥാനമിട്ട് ഒരു വീട് പണിയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വീട് പണി വളരെ പതിയെയാണ് തീർന്നത്, വളരെ താമസിച്ചാണ് തീർന്നത്. മറ്റേയാൾ വീട് ഫർണിഷ് ചെയ്തു, ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി, ഒരുപാട് ആൾക്കാരെ വിളിച്ചു, സഭക്കാരെയെല്ലാം വിളിച്ചു കൂട്ടിക്കാണും, അവരെല്ലാം വിളിച്ച് സൽക്കാരങ്ങളെല്ലാം നടത്തി ആ വീട്ടിൽ താമസവും തുടങ്ങി. എന്നാൽ ഇദ്ദേഹം വളരെ വൈകി, ചിലപ്പോൾ 1-2 വർഷം എടുത്തു കാണുമായിരിക്കും. എന്നാൽ അദ്ദേഹവും ഒരു വീട് പണിതു. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് വന്നത് ഈ ഒരു സമയം വന്നപ്പോഴാണ്. വൻമഴ ചൊരിഞ്ഞു, വലിയ മഴ ചൊരിഞ്ഞപ്പോഴുള്ള ഒരു പ്രത്യേകത, നദിയിലെല്ലാം വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ വലിയ കാറ്റ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. 3 കാര്യം. ഇത് 3ഉം അവിടെ നിന്നിട്ട് അവിടെ നിൽക്കുകയല്ല ചെയ്ത്, ആ വീട്ടിന്മേലേക്ക് അലച്ചു. 2 വീടുകളിന്മേലേക്കും ഒരുപോലെ പ്രതികൂലങ്ങൾ കടന്നു വന്നു. 2 ഭവനത്തിലേക്കും പ്രതികൂലങ്ങൾ കടന്നു വന്നു. വലിയ വൻമഴ, വലിയ പ്രതികൂലങ്ങൾ. ഇന്ന് നാം പലരും കേൾക്കുന്ന പോലെ ചിലപ്പോൾ
കടബാധ്യതകളായിരിക്കാം, വലിയ കടബാധ്യതകൾ. ഒരു ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന പോലെ എന്ത് ചെയ്യണമെന്നറിയില്ല, ഭയങ്കര പ്രതിസന്ധിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ രോഗമായിരിക്കാം, മാരകമായ രോഗം, ഇനി ജീവിക്കുകയില്ല, ഇനി ഒരു ആയുസ് ഇല്ല എന്നുള്ള തരത്തിൽ വലിയ മാരകമായ രോഗം. അതല്ലെങ്കിൽ ചിലപ്പോൾ പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അവരെല്ലാം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രയോ പ്രതീക്ഷയോടെയാണ് കൊച്ചുനാൾ മുതൽ നമ്മൾ ചർച്ചിലും അതുപോലെ മീറ്റിങ്ങുകളിലും വചനം കേൾക്കുവാനൊക്കെ കൊണ്ടുവരുന്നത്. അവർക്കൊരു മാനസാന്തരം ലഭിക്കണമെന്നും അവർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വരണമെന്നുള്ളതെല്ലാം മാതാപിതാക്കളായ നമ്മുടെ ആഗ്രഹമാണ്. ഇതുപോലെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ ഒരു സമയമാകുമ്പോൾ ലോകസ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഈ ദൈവം വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നു. അതെല്ലാം ഹൃദയത്തിലെ വലിയ വേദനകളാണ്. ഇതെല്ലാം കാറ്റുപോലെ വന്നടിക്കുകയാണ്. പക്ഷേ ഒരു വീട്, പാറമേൽ അടിസ്ഥാനമുള്ള വീട്, അത് അവിടെ തന്നെ നിലകൊണ്ടു. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വന്നപ്പോഴും ആ വീട് അങ്ങനെ തന്നെ നിന്നു. അതിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ വളരെ പെട്ടെന്ന് മണലിന്മേൽ പണിത വീട് അത് തകർന്നുടഞ്ഞ് വീണുപോയി, അത് ഇളകിപ്പോയി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം പെടാത്ത യാതൊരു ക്രിസ്തീയ ജീവിതവും നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ ജീവിതത്തിനും ഒരു മുൻപിലേക്കൊരു ഉണ്ടായിരിക്കുകയില്ല. നാം മനുഷ്യരെ നോക്കിയല്ല പോകേണ്ടത്. ഹല്ലേലൂയ. നാം ദൈവവചനം കേൾക്കുമ്പോൾ, കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവാകുന്ന ആ പാറ, ക്രിസ്തുവാകുന്ന പുരുഷനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നാം ഈ പുറമെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടു പോകുകയില്ല. ജീവിതത്തിൽ പലതരം കയ്പുകൾ വന്നേക്കാം. ചിലപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, വളരെ ആഗ്രഹത്തോടെ കഴിഞ്ഞ വിവാഹം, പക്ഷേ വിവാഹ ജീവിതത്തിൽ പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലത്തിലായി പോകുന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് ഒരു ജീവിതമാണ് ആണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പടക്, നമ്മുടെ ജീവിതം കുലുങ്ങി ആടുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കുകയില്ല. ഈ പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്നത് കൊണ്ട് പുറമേയുള്ളതായ പ്രതികൂലങ്ങളൊന്നും ഈ വീടിനെ അഫക്റ്റ് ചെയ്തില്ല. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളിലെല്ലാം ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. അതാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത്. അത്തിവൃക്ഷം തളിർക്കയില്ല, ഒന്ന് എങ്ങോട്ട് നോക്കിയാലും പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. ഭയങ്കരമായ കടക്കെണികളുണ്ട്. എങ്ങനെ തീരും, എങ്ങനെ തീർക്കും, ഇതിനൊരു പരിഹാരം എന്താണ്, ഇതിനൊരു മറുപടി എവിടെയാണ്? എന്നാൽ പ്രവാചകൻ കണ്ടുപിടിച്ചു, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും, എൻ്റെ ദൈവമായ യഹോവ എന്നെ ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കും, എൻ്റെ കാൽ പേടമാൻ കാൽക്ക് തുല്യമാക്കും. ഹല്ലേലൂയ. അത് നമ്മെ നടക്കുമാറാക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് അടിസ്ഥാനമിട്ടിരിക്കുന്ന ഈ ക്രിസ്തുവിലാണെങ്കിൽ നാം കുലുങ്ങിപ്പോകുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. എത്ര പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും ദൈവം ഇതിലെ നീ ആഴക്കുഴിച്ച് അടിസ്ഥാനം ഇട്ടിരിക്കുന്നുവെങ്കിൽ നിന്നെ ജയത്തോടെ നിർത്തുവാൻ ഈ കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് ഇത്രയേറെ ഉപദേശങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇത് പറയേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ അവസാനമായി കർത്താവ് പറയുകയാണ്, എൻ്റെ വചനങ്ങൾ വെറുതെ കേൾക്കുന്നവനല്ല, ഈ വചനങ്ങളെ കേട്ടനുസരിക്കുന്നവനാണ് ബുദ്ധിമാനായവൻ. ഹല്ലേലൂയ. അവനാണ് പാറമേൽ വീട് പണിതവൻ. അടിസ്ഥാനമാകുന്ന യേശുവാകുന്ന പാറക്കല്ലിന്മേൽ, ആ ഒരിക്കലും ഇളകാത്ത പാറയാകുന്ന ക്രിസ്തുവിന്മേൽ അടിസ്ഥാനപ്പെട്ടവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. കുലുങ്ങിപ്പോകുവാൻ ദൈവപൈതലെ അവൻ അനുവദിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒരുപക്ഷെ മറ്റുള്ളവർ പരിഹസിച്ചേക്കാം, എന്ത് സംഭവിച്ചു, ഇവൻ എന്ത് സംഭവിച്ചു, ഇവൾക്ക് എന്ത് സംഭവിച്ചു, ഈ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് ഇത്രയും നാളായല്ലോ, ഒന്നും കാണുവാനില്ലോ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനെയല്ലേ സംഭവിച്ചത്, ഈ പ്രതികൂലങ്ങളിലേക്കല്ലേ വീണുപോയത്, ഈ പ്രതിസന്ധികളിലൂടെയല്ലേ പോയത്, എന്താണ് ദൈവം ഇങ്ങനെയെല്ലാം ചെയ്തെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടായേക്കാം. പക്ഷെ അവരുടെ എല്ലാം മുൻപിൽ നമ്മെ തല ഉയർത്തി നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലങ്ങളിലേക്ക് നോക്കി നാം പരാജയപ്പെട്ടു പോകേണ്ടവരല്ല. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നാം തളർന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കരങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.